ദൈവത്തിന് മഹത്വം. ഈ പകൽക്കാലം കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളെ അവിടെ ഇവിടെയായി ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ വന്ദനം രേഖപ്പെടുത്തുകയാണ്. പുതുതായിട്ട് ഫെയ്ത്ത് വോയിസ് എന്ന പേരിൽ, വിശ്വാസ ശബ്ദം എന്ന പേരിൽ ഒരു TV ചാനൽ പ്രോഗ്രാം തുടങ്ങുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നാളുകളായി എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിൻ്റെ പ്രേരണപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തിൻ്റെ ശക്തി ജനം ഏറ്റെടുത്ത് വിശ്വാസത്തിൻ്റെ ശക്തിയാൽ മുന്നേറണം എന്നുള്ള ലക്ഷ്യത്തിൽ ജനത്തോടായി ചില കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ള ആത്മപ്രേരണയാലാണ് ഞാൻ ഈ ദൈവവചനം നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പൽക്കാലം നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന തിരുവചന വേദഭാഗം എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ്. ഇങ്ങനെയാണ് ഉദ്ധരിക്കുന്നത്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കമിടയായിത്തീരുന്നു. വിശ്വാസത്താൽ ജീവിച്ചിട്ടുള്ള അനേക ഭക്തന്മാരെ തിരുവചന വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് തിരുവചനത്തിലൂടെ സാധിക്കും. വിശ്വാസം എന്നതോ ആശയും ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്ന് വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന് വിവിധ തലങ്ങൾ ഉള്ളതായി തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിശ്വാസം ഉളവാകുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാൽ ആകുന്നുവെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിന്റെ പ്രവർത്തന പദ്ധതി ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോഴാകുന്നു അതിന്റെ വിജയത്തിലേക്ക് ആ വ്യക്തി നയിക്കപ്പെടുന്നുവെന്ന് തിരുവചനത്തിൽ കൂടി വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചല്ല നിങ്ങളോട് ഇന്ന് പകൽ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിന്റെ ശക്തിയെ ആണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയെയും നേരിടുവാൻ കഴിയുന്ന ആത്മാവിന്റെ ഒരു പ്രവർത്തനത്താൽ വ്യക്തിയിൽ വെളിപ്പെടുന്ന ശക്തിയാണ് വിശ്വാസം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. വിശ്വാസത്തിന്റെ എക്സ്പ്ലനേഷൻ അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഞാൻ മുന്നമേ അത് ഓർപ്പിച്ചല്ലോ. വിശ്വാസം എന്നതോ ആശയും ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അത് വിശ്വാസത്തിന്റെ എക്സ്പ്ലനേഷൻ ആകുന്നുവെങ്കിലും വിശ്വാസം എന്താകുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യതയാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള വ്യക്തമായ ബോധ്യതയാണ് വിശ്വാസം എന്നുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഏതൊരു വിഷയത്തിന്മേലും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് വിശ്വാസം എന്നുള്ളത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം, പൂർത്തി വരുത്തുന്നതിനായ യേശു ആണ് ഇതിന്റെ നായകൻ എന്നുള്ളത് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നു. തിരുവചനത്തിൽ പഴയ നിയമത്തിൽ വിശ്വാസ വീരന്മാരുണ്ട്, പുതിയ നിയമത്തിൽ വിശ്വാസ വീരന്മാരുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരാമർശിച്ചിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായി വിശ്വാസികളുടെ പിതാവ് എന്നുള്ള നിലയിൽ അബ്രഹാമിനെ അറിയപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുവെന്ന് തിരുവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. എന്നാൽ വിശ്വാസത്തിൽ അനേക വിശുദ്ധന്മാര് വിശ്വാസത്താൽ അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി മാനുഷ്യമായി സംഭവിക്കുവാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ വിശ്വാസത്താൽ അനേക വിശ്വസ്ത വീരന്മാര് നിവർത്തിച്ചെടുക്കുവാൻ ഇടയായിത്തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതിന്റെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാക്തത്വം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരനായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇങ്ങനെ
വിശ്വാസത്താൽ അനേക വിജയങ്ങൾ പ്രാപിച്ചിട്ടുള്ള വീരന്മാരെ കുറിച്ച് ഇബ്രായ ലേഖനം 11 അധ്യായത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്തിന്റെ ശക്തി കേന്ദ്രം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വസ്തയുള്ള ബോധ്യതയാണ്. യേശുക്രിസ്തുവുമായിട്ട് ഒരു ദൈവവേദൽ വ്യക്തമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന ശക്തി, പരിശുദ്ധാത്മാവിനാൽ അവന് ലഭിക്കപ്പെടുന്ന പോസിറ്റീവ് ഊർജമാണ് വിശ്വാസത്തിൽ കൂടി വെളിയിൽ വരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാണാത്ത ചില കാര്യങ്ങളെ കണ്ണിന് മുമ്പിൽ നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം, കണ്ണിന് മുമ്പിൽ അത് വെളിപ്പെടുത്തി സാധ്യമാക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നത് വിശ്വാസത്തിന്റെ ശക്തിയാലാകുന്നുവെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു പൂർത്തീകരണത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ പരിപൂർണമായ ഒരു വ്യവസ്ഥയാണ്. എന്നാൽ ജീവിത വഴിത്താരയിൽ പലപ്പോഴും അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുവാൻ കഴിയാത്ത നിലയിലുള്ള അനേക പ്രതിസന്ധികൾ ലോകത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇവിടെ വായിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ അത് വിശ്വാസ നായകൻ പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പൂർത്തീകരിക്കാത്ത ഒരു ശക്തി അതിന്റെ പിന്നിലുണ്ട്. പൂർത്തി വരുത്തുന്നവനായ യേശുക്രിസ്തു നിലകൊള്ളുമ്പോൾ അതിന് വിപരീതമായ ഒരു ശക്തി അതിന്റെ പിമ്പിലുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ആ ശക്തി ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യ കുടുംബങ്ങളെ അറം പറ്റിക്കുന്ന, മനുഷ്യ കുടുംബങ്ങളെ അധംപതിപ്പിക്കുന്ന പൈശാചിക ശക്തിയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആ ശക്തി എപ്പോഴും മനുഷ്യ കുടുംബത്തെ ഒരു പൂർത്തീകരണത്തിലേക്ക്, അവന്റെ പ്രവൃത്തികളെയും അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെയും പൂർത്തിയിൽ എത്തിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ഭൗതിക പ്രവൃത്തികളെയും അവന്റെ ആത്മീയമായ നിലവാരത്തിലുള്ള പ്രവൃത്തികളെയും സ്വർഗീയമായ ജീവിതത്തിലേക്ക് അവൻ ലക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന നിത്യത്തിലേക്കുള്ള അവന്റെ ജീവിതത്തെയും ഒരു പൂർത്തീകരണത്തിൽ എത്തിക്കാതെ വണ്ണം പ്രവർത്തിക്കുന്ന ഒരു നെഗറ്റീവ് ശക്തി ഈ തിരുവചനത്തിന്റെ അനുഭവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ശക്തി സാത്താന്യ ശക്തിയാണ്, പൈശാചിക ശക്തിയാണ്. ഈ പൈശാചിക ശക്തി മനുഷ്യ കുടുംബത്തിന്റെ കുലത്തിന്റെ അടിവേരറക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ട് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവനെ ദൈവ തേജസ്സും മഹത്വമുള്ളവനായി ഏതെങ്കിലും പാർപ്പിച്ചിരിക്കുമ്പോൾ തന്നെ ഉപായത്താൽ ഹവ്വ മുഖാന്തരമായി ആദാമ്യ കുടുംബത്തെ അധംപതിപ്പിക്കത്തക്കവണ്ണം ശത്രു പാമ്പിലൂടെ വ്യാപരിച്ച് ഏതെങ്കിലും പ്രവേശിച്ച് സംശയങ്ങളും ഭയങ്ങളും പരാജയങ്ങളും ഉളവാക്കിക്കൊണ്ട് മനുഷ്യ കുടുംബത്തെ അധംപതിപ്പിച്ച വ്യവസ്ഥ നമുക്ക് തിരുവചനത്തിലൂടെ ഉൽപ്പത്തി പുസ്തകം പഠിക്കുന്ന ഒരു ദൈവവേദന മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യ കുടുംബത്തോട് പിശാചിന് അവനെ ഒരു പൂർത്തീകരണത്തിൽ എത്തിക്കാതെ അവനെ അധംപതിപ്പിക്കുവാൻ ലക്ഷ്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കുവാൻ സൃഷ്ടിച്ച ലൂസിഫർ അത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഹൃദയം നിഗളം കൊണ്ട് നിറയുകയും സാഹസം കൊണ്ട് നിറഞ്ഞിട്ട് അവന്റെ വ്യാപാരവും പ്രവൃത്തിയും വിപുലമായതുകൊണ്ട് അവന്റെ പ്രവൃത്തി വിശാലമായിരുന്നതുകൊണ്ട് അവൻ നിഗളിക്കുകയും അവന്റെ ഹൃദയം നിഗളിച്ചിട്ട് അവൻ ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ദൈവത്തെക്കാൾ ഉപരിയായി അത്യുന്നതന്റെ മീതെ ഇരുന്ന് അരുളും എന്നുള്ള നിലയിൽ നിഗളത്തിന്റെ അനുഭവം അവന്റെ ജീവിതത്തിലുണ്ടായി. മനുഷ്യവർഗത്തിൽ പാപത്തിന്റെ പിതൃത്വം ഉള്ള പാപമാണ് നിഗളം എന്നുള്ളത്. ദൈവത്തിന് ഒരിക്കലും നിഗളത്തെ വഹിക്കുവാനോ സഹിക്കുവാനോ കഴിയുകയില്ല. ആകയാൽ ലൂസിഫറിനെയും കൂട്ടരെയും ദൈവം വെട്ടി താഴ്ത്തി ഇട്ടു എന്നുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ അധംപതിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥാനത്ത് ഇതാ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതൻ അധംപതിച്ച സ്ഥാനത്ത് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്ത് ഇരിക്കുന്ന സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആദാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ അവനെ സൃഷ്ടിച്ചുവെങ്കിലും ഉപായത്തോടുകൂടി അതേ അവനെ അധംപതിപ്പിക്കുവാൻ തക്കവണ്ണം ദുഷ്ടനായ പിശാച് പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അവൻ എന്തുകൊണ്ടാണ് മനുഷ്യനെ അധംപതിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവൻ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ അതേ സ്ഥാനത്ത് ഇതാ ഇപ്പോൾ മനുഷ്യൻ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന്റെ ശ്രേഷ്ഠ സൃഷ്ടിയായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് ദുഷ്ടനായ പിശാച്
ഇതാ അത് ആദാമ്യ വർഗത്തെ അധംപതിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യകുലത്തെ മുഴുവനും അധംപതിപ്പിച്ച് ദൈവത്തെ ആരാധിക്കാതെ വണ്ണം ദൈവത്തിൽ നിന്ന് ലക്ഷ്യം തെറ്റിക്കുവാൻ ദുഷ്ടൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ പിശാചിന്റെ ലക്ഷ്യത്തെ ജയിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവരുടെ കൂട്ടമാണ് മനുഷ്യർ എന്നുള്ളത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം സ്തോത്രം അവന് വിരുദ്ധമായി പാപത്തിൻ്റെതായ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടത്തിവിട്ട് അവനെ ശൂന്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് യേശുക്രിസ്തുവിൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാനവരാശിയെ രക്ഷിക്കേണ്ടതിന് സാത്താന്റെ അധംപതനത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് യേശുക്രിസ്തുവിൽ കൂടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതിയാണ് കർത്താവായ യേശുവിനെ ഈ ലോകത്തിലേക്ക് നൽകുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൽ ഒരു ദൈവവേദൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിൽ അവന്റെ ജീവിതത്തെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ശത്രു പ്രവർത്തിക്കുമ്പോൾ, അവനെ അധംപതിപ്പിക്കുവാൻ ശത്രു പ്രവർത്തിക്കുമ്പോൾ അവന്റെ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു നായകനുണ്ട്. ആ നായകനാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ സാത്താൻ നമ്മോട് വാദിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്റെ കുടുംബത്തെ പൂർത്തീകരിക്കുകയില്ല, നിന്റെ കുടുംബ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ലക്ഷ്യതയിൽ നിന്നെ എത്തിക്കുകയില്ല, നിന്റെ തലമുറയെ ഞാൻ അധംപതിപ്പിച്ച് ഒരു പൂർത്തീകരണത്തിൽ എത്തിക്കുകയില്ല, നിന്റെ വിദ്യാഭ്യാസത്തെ ഞാൻ പൂർത്തീകരണത്തിൽ എത്തിക്കുകയില്ല, നിന്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ പൂർത്തീകരണത്തിൽ എത്തിക്കുകയില്ല, നിന്റെ ഭാവിയെ ഞാൻ പൂർത്തീകരണത്തിൽ ഒരു നല്ല ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ലെന്ന് വാതുകെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തിയുടെ മുമ്പിലാണ് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, നാം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാകണം. എന്നാൽ അതിന്റെ നടുവിൽ സകലവും നിന്റെ ജീവിതത്തിൽ അധംപതിപ്പിച്ചുകൊണ്ട്, നിന്റെ ഭൗതികമായ പണികളെ തകിടം മറിച്ചുകൊണ്ട്, നിന്റെ വിദ്യാഭ്യാസത്തെ തകിടം മറിച്ചുകൊണ്ട്, നിന്റെ ഉദ്യോഗമണ്ഡലത്തെ തകിടം മറിച്ചുകൊണ്ട്, നിന്റെ കുടുംബജീവിതത്തെ തകിടം മറിച്ചുകൊണ്ട് രോഗങ്ങളാക്കി, നിരാശകളാക്കി, ഭാരങ്ങളാക്കി, ഭയങ്ങളാക്കി, വിവിധ സംഭവങ്ങളാക്കി, അത് ജീവിതത്തിൽ രോഗ കിടക്കയിൽ അകപ്പെടുത്തി ഒരു പൂർത്തീകരണത്തിൽ എത്തിക്കുകയില്ലെന്ന് ദിനംതോറും നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പറഞ്ഞ് നിരാശയുടെയും ഭയത്തിന്റെയും അസമാധാനത്തിന്റെയും അനുഭവങ്ങളിലൂടെ നിന്നെ വഴി നടത്തുമ്പോൾ, ഇതാ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുകയാണ്, നിന്നെ പൂർത്തീകരിക്കുന്നവനായ ഒരു യേശു ഇന്ന് പൽക്കാലം നിന്റെ മുമ്പിലുണ്ട്. നിന്റെ ജീവിതത്തിന് മുമ്പിൽ ഉയർന്നു വരുന്ന ഏത് പ്രശ്നങ്ങളെയും, അതേ നീ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസത്തിൽ ഒരു പൂർത്തീകരണം എത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ നീ പണിതുകൊണ്ടിരിക്കുന്ന ഭവനത്തിന്റെ പണി പൂർത്തീകരണത്തിൽ എത്തിക്കുകയില്ലെന്നുള്ള നിലയിൽ വാതുകെട്ടുന്ന അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗ മണ്ഡലത്തിൽ നിന്റെ കൂടെയുള്ള ആളുകളുടെ അസൂയ നിമിത്തം നിന്റെ ജീവിതത്തിന് വ്യത്യസ്തമായ ദുഃഖങ്ങളും വേദനകളും പകർന്നിട്ട് ഈ ജോലി ഇനിയും പൂർത്തീകരിക്കാൻ പറ്റുകയില്ല എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുന്ന ഒരു പകൽക്കാലമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് വ്യക്തമായി സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു വിടുതൽ, വ്യക്തമായ ഒരു സൗഖ്യം, വ്യക്തമായ ഒരു ഉദ്ധാരണം അത് നിന്റെ ജീവിതത്തിൽ നൽകുവാൻ, അത് തകർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ തരിപ്പിടമായി കിടക്കുന്ന ഭാവി ജീവിതത്തിന് ഒരു രൂപം നൽകുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. നിന്റെ തലമുറയുടെ നടുവിൽ അവളുടെ വിവാഹത്തെ നടക്കുവാൻ കഴിയാത്ത നിലയിൽ അത് അധംപതിപ്പിച്ചുകൊണ്ട് നിരാശയുടെ അനുഭവങ്ങൾ ആക്കി തീർത്ത് അത് ഭൗതികമായ ഞെരുക്കങ്ങളും വാടകോലിലും ഇട്ടിട്ട് നിന്റെ ജീവിതത്തെ മുമ്പോട്ട് വിടുകയില്ലെന്ന് പറയുന്ന ശത്രുവിന്റെ പോരിനെതിരെ ഇന്ന് പൽക്കാലം നമുക്ക് ഉച്ചേസരം പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത്, വിശ്വാസ നായകനും പൂർത്തിവരുന്നതുമായ യേശുവിനെ ഞാൻ കാണുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും അവന്റെ മഹത്വത്താലും ആ ശത്രുവിന്റെ കോട്ടകളെ ഇടിപ്പാൻ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ട്. അത് ആ വിശ്വാസത്തിന്റെ ശക്തി ഏറ്റെടുക്കുന്നുവെങ്കിൽ വിശ്വാസ വീരന്മാർ അവരുടെ ജീവിതത്തിന് മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ അവർ മുമ്പോട്ട് പോയി എങ്കിൽ നാമും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവ് നൽകുവാൻ സർവശക്തനാണ് എന്ന് ഉറയ്ക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പിതാക്കന്മാരെ നാം ശ്രദ്ധിക്കുമ്പോൾ ഏലിയാവിന്റെ ജീവിതത്തിൽ വിവിധമായ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തെ സിരാഫാത്തിൽ ആഹാരം
ലഭിക്കപ്പെടത്തക്കവണ്ണം വിധവയെ കൊണ്ട് ഭക്ഷണം നൽകത്തക്കവണ്ണം ദൈവം അവന് അത്ഭുതത്തിന്റെ വഴി തുറന്നു കൊടുത്ത് അവനെ അതിശയത്തിലേക്ക് നടത്തുവാൻ ഇടയായി തീർന്നു. അതേ കെരീത് തോട്ടിൽ അവന്റെ ജീവിതം അസ്തമിക്കും, ഇവിടെ വെച്ച് എന്റെ ജീവിതത്തിൽ പൂർത്തീകരണമായി തീർന്നു എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് അവിടെയല്ല, അതിനപ്പുറത്തായി നിന്റെ ജീവിതത്തിൽ അതേ ഒരു വ്യക്തമായ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ജോബിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കപ്പെടുന്നു, അങ്ങനെ ജോബ് വൃദ്ധനും കാലസമ്പൂർണമായി മരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സാധാരണ മണ്ഡലത്തോട് ശക്തമായ ഒരു ചലഞ്ച്, ശക്തമായ ഒരു വെല്ലുവിളിയാണ് ആ ജോബിന്റെ മരണം സംഭവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത്. കാരണമെന്ന് ചോദിച്ചാൽ അവന്റെ യൗവനകാലത്ത് തന്നെ അവന്റെ ജീവിതത്തെ പൂർത്തീകരിക്കുകയില്ലെന്ന് പറഞ്ഞ് അവന്റെ ഭാര്യ തന്നെ അവന്റെ കഷ്ടയുടെ അനുഭവങ്ങളെ കണ്ടിട്ട് അതേ നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിച്ചു കളക എന്ന് പറഞ്ഞുകൊണ്ട് അവന് ദുഃഖത്തിലും വേദനയിലും തള്ളിപ്പറയുമ്പോൾ അതേ ജീവിതത്തിൽ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നെന്നും ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിക്കാമെങ്കിൽ തിന്മയും സ്വീകരിച്ചുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിനെ ഹേറ്റ് ചെയ്യത്തക്കവണ്ണം അതേ ജോബിന്റെ വിശ്വാസം, ദൈവത്തോടെ വിശ്വസ്തതയിൽ, ദൈവത്തിന്റെ സംരക്ഷണതയിൽ ഉള്ള ആ വിശ്വാസം വളരെ ശക്തമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ജോബ് മരിച്ചു കിടക്കുമ്പോൾ അതേ ഒരു തോറ്റ് പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ കിടക്കയായിട്ടല്ല നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നെയോ സാത്താന്റെ മണ്ഡലങ്ങളെ അധപതിപ്പിച്ചുകൊണ്ട് അവന്റെ ലക്ഷ്യത്തെ തകർത്തുകൊണ്ട് ജീവിതത്തിൽ ഒരു പൂർത്തീകരണം വരുത്തിയില്ലെന്ന് പറഞ്ഞ പിശാചിനെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇതാ അവന്റെ മേൽ ചേഘോഷം കൊണ്ടുകൊണ്ട് വിജയം പ്രാപിച്ച ഒരു ജീവിതത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് വൃദ്ധനും കാലസമ്പൂർണമായി മരിക്കുവാൻ ജോബിന് ഇടയായി തീർന്നുവെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ തീയുടെ ബലത്തെ കെടുത്തുവാൻ തക്കവണ്ണം അവർ അത് ഇടയായി തീർന്നതിനെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അത് എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ദേവൻ ആരെന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ യൗവനത്തിൽ തന്നെ അവരുടെ ജീവിതത്തിന്റെ അസ്തമനത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നെബൂഖദ്നേസറിന്റെ തീച്ചൂള അവർക്ക് മുമ്പിൽ എരിഞ്ഞ് ശക്തമായി 7 മടങ്ങ് ശക്തിയായി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തീച്ചൂളയുടെ നടുവിൽ അതേ നാലാമനായ ദൈവത്തെ വെളിപ്പെടത്തക്കവണ്ണം ആ തീച്ചൂളയെ അഭിമുഖിപ്പാനും ആ തീയിലൂടെ അതേ കടന്നുപോയിട്ട് നാലാമനായ ദൈവത്തിന്റെ മഹത്വത്തെ നെബൂഖദ്നേസറിനും കൂട്ടർക്കും വെളിപ്പെടുത്തി കൊടുക്കുവാനും ബാബിലോൺ സാമ്രാജ്യത്തിൽ അതേ യഹോവയായ ദൈവം അല്ലാതെ വേറൊരു ദൈവം ജീവിതമുള്ളവനായിട്ടില്ല എന്ന് നെബൂഖദ്നേസറിനെ കൊണ്ട് പറയിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ വലിയ ശക്തമായ വിശ്വാസത്തിന്റെ ശക്തി ചന്ദ്രകുമേ സഭേന്ദ്രകോവിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. സിംഹത്തിന്റെ ഗുഹയിൽ അതേ സിംഹങ്ങളുടെ വായ അടച്ചുകൊണ്ട് അതേ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ സിംഹത്തിന്റെ വായ അടച്ചുകൊണ്ട് ഇതാ വിശ്വാസത്താൽ ശക്തമായ ജയം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മുമ്പിലുള്ള വിശ്വാസ വീരന്മാരൊക്കെയും അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ഏത് പ്രശ്നത്തെയും അവർ നേരിടുവാൻ ഇടയായി തീർന്നത് അവരുടെ വിശ്വാസത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ അതേ അവരെ മുന്നോട്ട് വിടുവാൻ തക്കവണ്ണം ആ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തിയെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തീണ്ടി നിരാശയുടെയും ഭയത്തിന്റെയും വേദനയുടെയും ഉടമസ്ഥരായി ഒരുപക്ഷെ നീ രോഗിയായി കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് ദുഃഖിതയായി ഭാരപ്പെട്ടിട്ട് നിന്റെ തലമുറയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇവരുടെ ഭാവി എന്തായിത്തീരും, ഒരു നന്മ എന്റെ തലമുറയ്ക്ക് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന അവസ്ഥയിലായിരിക്കാം നീ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം നിന്നോട് സംസാരിക്കുന്നു. നിന്റെ തലമുറയെ വിജയത്തിലേക്കും മഹത്വത്തിലേക്കും എത്തിക്കുവാൻ അവൻ ശക്തനാകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഒരുപക്ഷെ നീ പണിതുകൊണ്ടിരിക്കുന്ന ഭവനത്തിന്റെ പണി പൂർത്തീകരിപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ അതേ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തമായ യേശു നിന്റെ ഭവനത്തിന്റെ പണി ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ശക്തനാകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം നിന്നോട് സംസാരിക്കുന്നു. അതേ നിങ്ങളുടെ ആരോഗ്യത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന നിരാശ ഇട്ടുകൊണ്ട് നിന്റെ ജീവിതത്തെ അധംപതിപ്പിക്കുന്ന സർവശത്രുവിന്റെ പ്രവൃത്തികളെയും അതേ അധംപതിപ്പിച്ചുകൊണ്ട് ഇതാ പൂർത്തീകരണത്തിലേക്ക് ഇനി ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ ശക്തനായിരിക്കുന്ന കർത്താവ് ജീവിക്കുന്നു. ആകയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം
ഏത് വിഷയം നിങ്ങളുടെ മുമ്പിൽ അത് നിങ്ങൾക്ക് ഭാരമായി, ഭയമായി, വേദനയായി നിലകൊള്ളുന്നുവോ, ആ വിഷയത്തിന്റെ എല്ലാം അവസ്ഥയുടെ മുമ്പിൽ നിങ്ങളുടെ ജീവിതം ഒരു വലിയ വിജയത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു ശ്രേഷ്ഠതയുടെ അനുഭവത്തിലേക്ക്, അതേ ശക്തമായ ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു നായകൻ ഇന്ന് പൽക്കാലം നിങ്ങളുടെ മധ്യമുണ്ട്. മറുവശത്ത് ഇതാ ഇരുട്ടിന്റെ അധികാരിയായ പിശാച് ഒരു പൂർത്തീകരണത്തിൽ എത്തിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാതുകെട്ടി നിരാശയുടെയും ഭയത്തിന്റെയും അവസ്ഥയിൽ ആക്കിക്കൊണ്ട് ഭയപ്പെടുത്തുന്ന അനുഭവത്തിൽ ആക്കിയിരിക്കുന്നുവെങ്കിൽ, മറുവശത്ത് ഇതാ വിജയത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അവസ്ഥ നൽകിക്കൊണ്ട് ഇതാ നിന്നെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസ വീരനായി, ശക്തനായി നിന്നെ നയിക്കുന്ന ഒരു കർത്താവ് നായകൻ, നിന്റെ വിശ്വാസ നായകനായി നിന്റെ മുൻപിലുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുവാനല്ല, നിരാശപ്പെടുവാനല്ല, പിന്നെയോ വിശ്വാസ നായകനും പൂർത്തിവർത്തുമായ യേശുവിനെ നോക്കി വിജയം പ്രാപിക്കുവാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രത്യാശ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന് മുന്നേറ്റം വരുത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ പരാജയങ്ങളെ കണ്ട് അതമ്പതിക്കാതെ വണ്ണം, നിരാശപ്പെടാതെ വണ്ണം വിജയത്തോട് മുമ്പോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയം സംബന്ധമായും ദൈവത്തിന്റെ വചനം സംബന്ധമായും കൂടുതൽ വിഷയങ്ങൾ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഷാരോൺ ഗോസ്ബൽ സെന്റർ പുനലൂരുമായി ബന്ധപ്പെടുക. അവിടെ വെള്ളിയാഴ്ച പകൽക്കാലം 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥന ഉണ്ട്. നിങ്ങൾ ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞായറാഴ്ച 10 മണി മുതൽ സഭായോഗം നടക്കുന്നു. ആ സഭായത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ പകർന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സായം വേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ ദുഃഖവും വേദനയും നിരാശയും അനുഭവിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തിൽ നിരാശ സംഭവിച്ചിട്ട് വിശ്വാസത്തിൽ മുന്നേറുവാൻ കഴിയാതെ ഭയത്തിന്റെയും ഭീതിയുടെയും അനുഭവങ്ങളെ നോക്കി നിരാശപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. ഒന്നിച്ച് നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ തന്നെ ഒരു പൂർത്തീകരണത്തിൽ എത്തുവാൻ കഴിയാത്ത നിലയിൽ തലമുറയോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ഭൗതികമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കെട്ടുപണികളോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു പൂർത്തീകരണത്തിൽ എത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ പല തടസ്സങ്ങളിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ, ആ വിഷയങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരപ്പെടേണ്ടതിന് ഇന്ന് പൽക്കാലം നമുക്ക് ഒന്നിച്ച്